ഒരു ഹെർലിൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ട്. അവൾ ഖുറാൻ ഓതുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവക്ക് ഉറക്കം വരുന്ന പോലെ ഫീലായി അവിടെ തന്നെ കിടന്നുറങ്ങുവാണ്. അതേ നേരം ഖുറാൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹെർലിൻ ഇത്ര ടൈമായിട്ടും ക്ലാസ്സിൽ വന്നില്ലല്ലോ, കിടന്നുറങ്ങുന്നുണ്ടാവുമെന്ന് മനസ്സിലാകുകയും അതിനാൽ ടീച്ചർക്ക് നല്ല ദേഷ്യം വരികയാണ്. അതിനുശേഷം ടീച്ചർ എല്ലാവരെയും വിളിച്ചു വരുത്തി ഹെർലിൻ ചെയ്ത തെറ്റിന് നിങ്ങൾ ശിക്ഷ അനുഭവിക്കണമെന്ന് പറയുകയാണ്. എന്തെന്നാൽ അവൾ നിങ്ങളുടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെന്ന് പറയുന്നു. എല്ലാവരും ഈ സ്ഥലം ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് ഇപ്പോഴാണ് ഹെർലിൻ വരുന്നത്. ഹെർലിൻ കാരണം എല്ലാവരും പനിഷ്മെന്റ് കിട്ടിയതിനാൽ എല്ലാവർക്കും ഹെർലിനോട് ഭയങ്കര ദേഷ്യമാണ്. ഇവിടെ 3 പേരും ഇവളോട് ഭയങ്കര കളിപ്പിലാണ്. അവർ പറയുകയാണ്, നമുക്കും കൂടി ആവശ്യമില്ലാത്ത പനിഷ്മെന്റ് കിട്ടാൻ കാരണം ഹെർലിനാണ്, അവൾക്കൊരു പണി നമ്മൾ കൊടുക്കണം. അങ്ങനെ അവർ പ്ലാൻ ചെയ്യുവാണ്. ഹെർലിൻ അവിടെ ക്ലാസ്സും വൃത്തിയാക്കുന്നുണ്ട്. അന്നേരം അവിടേക്ക് 3 കുട്ടികളും വന്ന് അവർ ഹെർലിനെ ഉപദ്രവിക്കാനാണെന്ന് വന്നത് മനസ്സിലായ അവളുടെ കൂട്ടുകാരിക്ക് അവളെ കൂട്ടുകാരി പറഞ്ഞു, വേണ്ട, എന്ത് തെറ്റാണ് അവൾ ചെയ്തത്, അവൾ വന്നിട്ട് അത്രയിലാണ്, എല്ലാം പഠിച്ചു വരുന്നേലുള്ളൂ, തൽക്കാലം ദേഷ്യം കൺട്രോൾ ചെയ്ത് ചെറിയ പണി കൊടുത്തേക്കാമെന്ന ഭാവത്തിൽ ആകെ ചവിട്ടി അവിടെ ചെളിയാക്കി അവിടെ വള്ളൊഴിക്കുവാണ്. ആ ദേഷ്യത്തിൽ അവിടെ നിന്ന് അവർ പോവുകയാണ്. അതേ രാത്രിയിൽ ആ 3 പേരും അവളുടെ റൂമിലേക്ക് എത്തുകയാണ്. ആ വരവ് വെറുതെ ആയിരുന്നില്ല, ഹെർലിനോട് പക വീട്ടാനായിരുന്നു. ഹെർലിൻ തള്ളിയിടുകയും നിലത്ത് വീണപ്പോൾ അയൺ ബോക്സ് കൈതട്ടി നല്ലോണം കൊള്ളുകയാണ്. അതിനുശേഷം മറ്റേ റൂമിൽ കൊണ്ടുപോയി ഒരുപാട് ഉപദ്രവിക്കുകയാണ്. അതിനിടയിൽ ഒരു ക്യാപ്പ് കിട്ടിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഒരു വണ്ടി ഇടിച്ച് അബോധാവസ്ഥയിലാവുന്നു. അവളെ നേരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. എന്നാൽ അവിടെ പൾസ് മെല്ലെ മെല്ലെ കുറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് ദിവസത്തിന് ശേഷം അവളെ ഉപദ്രവിച്ച് ആ 3 പേര് തുണികളൊക്കെ അലക്കി വിരിച്ചിടുകയായിരുന്നു. പെട്ടെന്ന് ഹെർലിൻ അവിടെ നിൽക്കുന്നു, ഒരു പ്രേതത്തിന്റെ ഭാവത്തിൽ. പിന്നീട് അങ്ങോട്ട് നടന്നത് അതിഭയാനകമാണ്.